ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി തന്നെ പ്രസിദ്ധീകരിക്കുന്ന, ജമാഅത്തെ ഇസ്ലാമി തന്നെ വിതരണം ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട്. അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ വളരെ ക്ലാരിറ്റി ഉണ്ട്. എന്റെ ചോദ്യം അതാണ്. അപ്പൊ അവരുടെ ഇടയിൽ തന്നെ അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർക്ക് ഇതിൽ നിന്ന് മാറാൻ കഴിയില്ല. അത് ഇടയ്ക്കിടയ്ക്കാണെങ്കിലും ആ ശബ്ദങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചവരാണ് എന്നുള്ള 916 സർട്ടിഫിക്കറ്റ് എന്തിനാ കൊടുക്കുന്നത്? ഇപ്പോ 60 പുസ്തകം വർഷത്തിൽ വായിക്കുന്ന വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ പരിചയപ്പെടുത്താൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി തന്നെ പുറത്തിറക്കിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. പ്രകാശം പരത്തുന്ന പ്രസ്ഥാനം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. കൂട്ടിൽ മുഹമ്മദ് അലിയാണ് ആ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൽ ജനാധിപത്യം, ദേശീയത, ജനാധിപത്യം, മതേതരത്വം ഇത് മൂന്നും സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന രോഗമാണ് എന്നാണ് അവരുടെ സംഘടനാ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇപ്പോഴും വിപണിയിലുള്ള പുസ്തകമാണ്, അല്ലെങ്കിൽ IPH സ്റ്റാളുകളുള്ള പുസ്തകമാണ്. എന്നിട്ട് അതിലെ ജനാധിപത്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. ജനാധിപത്യത്തിന് ഞങ്ങൾ പൂർണ്ണമായും എതിരല്ല. അതായത് 10 പേരുള്ള ഒരു ബോഡിയിൽ അതിൽ 6 പേര്, ഭൂരിപക്ഷം പേര് ചേർന്ന ഒരാളെ തെരഞ്ഞെടുക്കുന്നത് ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ബോഡി നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നിയമം ഉണ്ടാക്കേണ്ടത് ദൈവമാണ്. അതായത് നോക്കൂ, നമ്മൾ നിയമസഭയെ തെരഞ്ഞെടുക്കുന്നത് എന്തിനാ, പാർലമെന്റിനെ തെരഞ്ഞെടുക്കുന്നത് എന്തിനാ? ലെജിസ്ലേഷനാണ്, ലെജിസ്ലേച്ചറാണ്. നിയമനിർമ്മാണ അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ, ജനങ്ങൾക്കില്ല. അതല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ബോഡികൾക്കില്ല. ഇതാണ് ഞങ്ങളുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പമെന്ന് അവർ തന്നെ എഴുതി വെച്ചിട്ടുള്ള പുസ്തകമുണ്ട്. ഇത് മാത്രമല്ല, അത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മുതൽ അബു അല മൗദൂദിയുടെ തന്നെ പുസ്തകങ്ങളെല്ലാം മലയാള ഭാഷയിൽ അച്ചടിച്ച് IPH തന്നെ പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ 60 പുസ്തകം വായിക്കുന്നതിന് കൂടുതൽ ഒറ്റ പുസ്തകം കൂടെ കൂടുതൽ വായിച്ചിരുന്നെങ്കിൽ ഈ എംബാരസ്മെന്റ് ഒഴിവാക്കായിരുന്നു.